ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോർട്ട്, അതിൻ്റെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രധാനപ്പെട്ട ലോയുമായി ബന്ധപ്പെട്ട ലെക്ചേഴ്സ്, സെമിനാർ, ഇതിനൊക്കെ അദ്ദേഹത്തെ ബുക്ക് ചെയ്യുന്നത് 6 മാസം, 7 മാസം, 1 വർഷം ഈ കാലയളവിനുള്ളിൽ. കാരണം അവരുടെ പീരീഡ് എത്ര സമയമുണ്ട് അവർ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ആ സമയത്താണ് ഇവരുടെ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്ത്. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ഇപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടിസ്, മുംബൈ, അതേപോലെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ജസ്റ്റിസ് ഖന്ന ലെക്ചർ, ഇതേപോലെയുള്ള ഫംഗ്ഷനൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു ഫംഗ്ഷനുണ്ട്, ലണ്ടൻ ഡൽഹി സ്കൂൾ ഓഫ് ലോ. അറിയാൻ സാധിച്ചത് ഏകദേശം 3ഓളം ഈ ഫംഗ്ഷനുകൾ കംപ്ലീറ്റ് മാറ്റിവെച്ചു. അവർക്കൊന്നും, അതായത് ഓർഗനൈസേഴ്സിനൊന്നും തന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ചീഫ് ഗസ്റ്റായിട്ടും ലെക്ചർ ചെയ്ത്, അതായത് സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്താനും അദ്ദേഹത്തെ ആവശ്യമില്ല എന്ന് അറിയിച്ചു. മനസ്സിലാക്കുക. അതേപോലെ ഒരു സീനിയർ സുപ്രീം കോടതി ലോയർ പറഞ്ഞ് ഏകദേശം 9-ൽ പരം പ്രോഗ്രാം ഈ 2026 ഉണ്ടാവേണ്ടതായിരുന്നു. 9 അല്ലെങ്കിൽ 10ഓളം പ്രോഗ്രാം. ഈ 10ഓളം പ്രോഗ്രാമിൻ്റെ ഓർഗനൈസേഴ്സിന്, ഇൻസ്റ്റിറ്റ്യൂഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ വേണ്ട. ആലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഫംഗ്ഷന് വേണ്ട. ഇതാണ് പ്രശ്നം. ഒരു കാരണവശാലും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പ്രതീക്ഷിച്ച് കാണത്തില്ല ഇതേപോലൊരു സെറ്റ് ബാക്ക് അയാൾക്ക് കിട്ടുമെന്ന്. ഇനി ഇൻ്റർനാഷണൽ അതുകൊണ്ട് പ്രോഗ്രാം, കാരണം ലണ്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അപ്പം അതിൻ്റെ അകത്തൊക്കെ മുഖ്യ പ്രഭാഷണം നടത്താൻ പോകേണ്ട മനുഷ്യനാണ് ചീഫ് ജസ്റ്റിസ്. അവർക്കും വേണ്ട. അയർലൻഡിലുണ്ടായിരുന്ന 2ഓളം പ്രോഗ്രാം, അവിടെയും വേണ്ട. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കോർട്ടിൽ വെച്ച് നടന്നൊരു ഓറൽ കോർട്ടുണ്ട്, വെർബലായിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യയിലെ 50% ലോയേഴ്സ്, അതായത് ഈ അഡ്വക്കേറ്റ്സ്, 50%-ത്തിലധികം വരുന്നവർ ഫേക്കാണ്. അതായത് ഇവർക്ക് ലോയേഴ്സിൻ്റെ ഡിഗ്രിയിൽ ഇവർ ഫേക്കായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ സുപ്രീം കോടതി വെച്ച് പറയുന്നത് ഓറൽ സംഭവമാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് അമേരിക്കയിൽ ചെയ്ത പരിപാടി. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന ശേഷം H1B വിസയുമായി ബന്ധപ്പെട്ട് അവിടെ ക്രാക്ക് ഡൗൺ ചെയ്തു. H1B വിസ ഹോൾഡേഴ്സിനെ ഇവർ സ്ക്രൂട്ടിനി ചെയ്തു. അവരുടെ കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് ഏകദേശം 60%-ഓളം H1B വിസക്കാർ, അതായത് ഇന്ത്യയിൽ നിന്ന് പോയവർ, ഇവർക്കെല്ലാം ഫേക്ക് ഡിഗ്രിയും ഫേക്ക് IT എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഫേക്ക് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റാണ്. ഉള്ള കാര്യമാണ്, വസ്തുതയാണ്. അതായത് ഒന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നു, ഒന്ന് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു, എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു, ഇതെല്ലാം ഫേക്കാണ്, ഇത് ഒറിജിനൽ അല്ല. ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇത്രയും ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നത്? ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഫേക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടാവുന്നത്? ചോദ്യമാണ്. കാരണം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന AI സമ്മിറ്റിൽ ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അതിന് ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയാണ് ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി, ഗ്രേറ്റർ നോയിഡയിലുള്ളവർ. ചൈനയിൽ നിന്ന് 1-2 സാധനം എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിട്ട് പറയും ഇത് അവരുണ്ടാക്കിയതാണ്. അതേപോലെ മറ്റു പലരും ഇത് തന്നെയാണ് പറയുന്നത്. ഇഷ്ടം പോലെ ഫേക്ക് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒന്നും പിള്ളേരൊക്കെ വളരെ കുറവ്. പിന്നെ അടുത്ത ചോദ്യം, ഈ ഫേക്ക് യൂണിവേഴ്സിറ്റികൾ എത്രയുണ്ടായി, ഫേക്ക് കോളേജുകളുണ്ടായി. ഇതെന്തോ ഇവർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്? കാരണം പണം വേണം, കുട്ടികൾ വേണം. ഇതാണ് ചോദ്യത്തിൻ്റെ നമ്പർ 1 ചോദ്യം. ഇതിലോട്ടാണ് ആൻസർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഡൽഹിനടുത്തൊരു സബ്സിറ്റി ഉണ്ട്, ദ്വാരക. അപ്പം ഈ സബ്സിറ്റിക്കകത്ത് ഈ വലിയൊരു ഏരിയയാണ്. അതിനകത്ത് ഏകദേശം 100-ൽ പരം ഷോപ്പുകളും ഓഫീസുകളും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ്. ഇത് കേരളത്തിലുണ്ട്. വിദേശത്ത് പഠനം,
കാനഡയെ കൊണ്ടുപോകാം, ഓസ്ട്രേലിയയെ കൊണ്ടുപോകാം, അമേരിക്കയിൽ കൊണ്ടുപോകാം, അയർലൻഡിൽ കൊണ്ടുപോകാം. ഇവരുടെ ജോലി എന്തുവാ? ബേസിക്കലി പക്ക തട്ടിപ്പാണ് വലിയൊരു ശതമാനവും നടത്തുന്നത്. എന്ത് തട്ടിപ്പാണ് നടത്തുന്നത്? ഈ പോകുന്ന പല കുട്ടികൾക്കും ഈ പറയുന്നവർക്ക് ഇവർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അല്ല. ഇനി ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന 50% കൂടുതലാണ്. അപ്പം അവർക്ക് എഞ്ചിനീയറിംഗ് കള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഗവൺമെൻറ്റിൽ ആയിട്ടുള്ള, അതായത് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കള്ള യൂണിവേഴ്സിറ്റി, അവിടെ യൂണിവേഴ്സിറ്റി പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്രയോ എണ്ണം പിടിച്ചു കഴിഞ്ഞു. മധ്യപ്രദേശിൽ പിടിച്ചു, ഹിമാചലിൽ പിടിച്ചു, പേര് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ പേരുണ്ട് അതിൻ്റെ അകത്ത്. അവിടെ നിന്ന് ഇവർക്കുള്ള പേപ്പർ സംഭവങ്ങളെല്ലാം ശരിയാക്കി ഏതെങ്കിലും ഒരു IT കമ്പനി അതിൻ്റെ പേര് ശരിയാക്കിയിട്ട്, അപ്പോൾ അതായത് എൻജിനീയറിംഗ് കഴിഞ്ഞു, ഇത്ര വർഷം IT വർക്ക് ചെയ്തു, അവർക്ക് H1B വിസ അല്ലെങ്കിൽ എന്നിടത്ത് ഫർദർ പഠിക്കാൻ പോകാം. ഇതേപോലെയുള്ള കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് കുമിളകൾ പോലെ അങ്ങ് കൂടി ഇന്ത്യയിൽ എല്ലായിടത്തും. കാരണം ഇന്ത്യ ജോലിക്ക് സാധ്യതയില്ല. ഇവരുടെയൊക്കെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെയാണ്. അപ്പം അവിടെ പോകാൻ എന്താണ് വഴി? അപ്പോൾ അവരുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇതാ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഇത് 2-3 ഇതേപോലെയുള്ള കൺസൾട്ടൻ്റ് അടുത്ത് പോയി, ചുമ്മാ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഒരു ക്ലൈൻ്റ് ഉണ്ട്, ഇത് കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി പോയി. മനസ്സിലാക്കുക, MBBSൻ്റെ സർട്ടിഫിക്കറ്റ് വരെ അവർ ഉണ്ടാക്കിത്തരും. അതായത് മനസ്സിലാക്കുക, അപ്പോൾ ഇത്രയും പാടുപെട്ട് പഠിച്ച് നീറ്റ് എഴുതി വരുന്നവനെ അവനെ അതൊന്നും വേണ്ട. അതായത് അവർക്ക് 1 ലക്ഷം 1.5 ലക്ഷം രൂപ MBBS സർട്ടിഫിക്കറ്റ് തരും, അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരും, അതിന് വേണേൽ MDയുടെയും കൂടെ സർട്ടിഫിക്കറ്റ് തരും, അഡീഷണൽ 50,000 രൂപ. അപ്പോൾ PhD ഒക്കെ ചവറ് പോലെ തരും അവർ. ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ? ഞാനൊരു സോഷ്യോളജിസ്റ്റോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രമാത്രം ഫേക്ക് കോളേജുകളും ഈ ഫേക്ക് ഡിഗ്രികളും ഈ ഫേക്ക് യൂണിവേഴ്സിറ്റികളും ഇത്രമാത്രം പെരുകുന്നതിൻ്റെ കാര്യം എന്താ? അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഉത്തരം തന്നു. ഈ ഉത്തരം കേരളത്തിലെ സംഘപരിവാർ മൊണ്ണകളും കേട്ടിരിക്കണം. അയാൾ ചോദിച്ച ചോദ്യം എന്നോടുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫേക്ക് ആണോ ഇല്ലയോ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി? ഉറപ്പായിട്ടും അദ്ദേഹം ഫേക്കാണ്. 4ാം ക്ലാസ് 7ാം ക്ലാസ് ഗുസ്തി അയാൾ പറഞ്ഞു കഴിഞ്ഞു. അയാൾ ഡിഗ്രി ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ MA സൈക്കോളജിയോ പൊളിറ്റിക്സോ ഏതോ എടുത്തു, അതും ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിലെടുത്ത്. ഇംഗ്ലീഷിൻ്റെ ഒരു വാക്കറിയത്തില്ല പ്രധാനമന്ത്രിക്ക്. അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്ന പ്രസംഗം ഇംഗ്ലീഷിലല്ല, ഗുജറാത്തിയിൽ എഴുതിയിട്ടാണല്ലോ ഇംഗ്ലീഷ് വായിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ വളരെ മോശമായിട്ട് ഒരു ഗുജറാത്തി അക്സെൻറ്റി വരുന്നത്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഫേക്കാണ്. അദ്ദേഹം പറയുന്നത് മുഴുവനും കള്ളവാണ്. അദ്ദേഹത്തിൻ്റെ ഫേക്ക് സർട്ടിഫിക്കറ്റാണ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഫേക്കാണ്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഫേക്കാണെന്ന് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു സാധാരണക്കാരന് ഫേക്കായാലും എന്താ പ്രശ്നം? ഇതേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ലീഡർ കറക്റ്റ് ആയിരിക്കണം. മൻമോഹൻ സിംഗിനെ പറ്റി ആരും ഫേക്ക് എന്ന് പറഞ്ഞിട്ടില്ല, കാരണം അയാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹ റാവുവിനെ പറ്റി ആരും പറഞ്ഞിട്ടില്ല, അയാൾ ഹൈലി സ്കോളറാണ്, എഡ്യൂക്കേറ്റഡ് ആണിത്. എന്തുകൊണ്ടാണ് മോദിയെ പറ്റി പറയുന്നത്? ഒരു തമാശയും കൂടെ പറയട്ടെ. അഭിജിത്ത് ദീപ്തയെ പറ്റി, CJPയുടെ ഫൗണ്ടറിനെ പറ്റി, അത് ഈ അടുത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് കണ്ടു കാണും. അപ്പോൾ അയാൾ എങ്ങനെയാണ് അമേരിക്കയിൽ പഠിക്കാൻ പോയത്, അയാൾ ദളിത്, എവിടുന്നാണ് ഇത്രയും പണം, എവിടുന്നാണ് സ്കോളർഷിപ്പ്? ആദ്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയായ ദളിറ്റ്സിനും മൈനോറിറ്റിക്കും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോഴും നിങ്ങളിത് അറിഞ്ഞിരിക്കുക, അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പുണ്ട്. ഈ സ്കോളർഷിപ്പ് ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്കും സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്നവർക്കും അവരത് വെരിഫൈ ചെയ്യും. അതവർ സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അത് ഇന്നലെ പണ്ട് മുതലേ കൊടുക്കാറുണ്ട്. പിന്നെ പഠിക്കാൻ മിടുക്കാൻ അവിടെ പോയി പഠിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുക, ഇന്ത്യയിലെ മന്ത്രിമാരിലും മോദി മന്ത്രിസഭയിലെ 60% മന്ത്രിമാരുടെ മക്കൾ
അല്ലെങ്കിൽ BJPയുടെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, RSSൻ്റെ പല നേതാക്കളും, അവരുടെയൊക്കെ മക്കൾ എവിടെ പഠിക്കുന്നത്? അമേരിക്കയിൽ, UK ഈ പറയുന്ന അജിത് ഡോവലിൻ്റെ മകൻ പോലും UK ജയശങ്കർ വലിയ അടിയടിക്കും, മക്കൾ അമേരിക്കയിൽ. ഇതേ ഉള്ളൂ സംഭവം. അതിന് ചോദ്യമൊന്നുമില്ല. അഭിജിത് ദീപെ തിരിച്ചു ചോദ്യം ചോദിച്ചു. അയാളുടെ എല്ലാ ഡീറ്റെയിൽസും അയാൾ പബ്ലിഷ് ചെയ്യുക. എവിടെ എങ്ങനെ പഠിച്ചു, എത്ര മാർക്ക് കിട്ടി, സ്കോളർഷിപ്പ് എന്താണ്, എവിടെ നിന്നാണ് കിട്ടിയത്, ബാങ്കിൽ നിന്ന് എവിടത്താണ് ലോൺ എടുത്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണോ? ഏത് യൂണിവേഴ്സിറ്റി, ഏത് വർഷം, ആരൊക്കെ കൂടെ പഠിച്ചു, ആരൊക്കെയായിരുന്നു അധ്യാപകര്, പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണോ? ആ ചോദ്യത്തിന് ഉത്തരമില്ല. അതാണ് ഇന്ത്യക്കാരുടെ ചോദ്യം. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫേക്ക് ആണോ അല്ലയോ? ഇതിനാണ് ബേസിക്കലി BJP RSS ഉത്തരം കൊടുക്കേണ്ടത്. അതായത് ചോദ്യങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, റീസണബിൾ ഫെയർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതിനെന്തുകൊണ്ട് ഉത്തരം കൊടുക്കുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഫേക്ക് ഡിഗ്രികളും ഫേക്ക് യൂണിവേഴ്സിറ്റികളും ഫേക്ക് എഞ്ചിനീയേഴ്സും ഫേക്ക് ഡോക്ടേഴ്സും ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യയിൽ ഇത് പെരുകുകയാണ്. കാരണം അത് അവർക്ക് പറയാനുള്ള ജസ്റ്റിഫൈ ആൻസർ ഉണ്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫേക്കാണ്, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഫേക്കാണ്, അദ്ദേഹം പറയുന്ന ഡിഗ്രി ഫേക്കാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫേക്കാണ്, അയാൾ പറയുന്നത് മുഴുവനും ഫേക്കാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ചോദ്യം പ്രസക്തിയുണ്ട്. അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിൽ ചെയ്തു പോകുന്നത്. അതാണ് ഞാൻ പറയാം, പല ചോദ്യങ്ങളുണ്ട്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഫ്രസ്ട്രേഷനായിരിക്കുന്നത്, നിരാശയുണ്ടായിരിക്കുന്നത്. അവർക്ക് ഫ്യൂച്ചർ ഇല്ലാതെ വരുന്നു. അതായത് മുഴുവനും ഫേക്കുകൾക്ക് കാര്യങ്ങൾ നടത്തുന്നു. ഇതേപോലെ ഫേക്ക് ഡിഗ്രിയുമായിട്ട് പോയി സ്വാധീനം ചെലുത്തി പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നു. ഈ ഫേക്കുകളെല്ലാം ഒരുമിച്ചിരുന്ന് ഇന്ത്യയുടെ പേപ്പർ ലീക്ക് ചെയ്യുന്നു. ഈ ഫേക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അവർ പണം കൊടുത്ത് വിദേശത്ത് പഠിക്കാൻ പോയി അവിടെയും ഫേക്ക് ഉണ്ടാക്കുന്നു. അതായത് എല്ലാം ഒരു ഫേക്ക് മായാജാലത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് പോകുന്നത് എന്ന് ചെറുപ്പക്കാർ നമ്മളോട് ചോദിച്ചാൽ നമ്മൾക്ക് പോലും ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാം ഒരു ഫേക്ക് തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം.